ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷദ് താനൂർ. കോഴിക്കോട് ജില്ലയിലെ കോരങ്ങാട് നിന്നുള്ളൊരു വാർത്തയാണ്. അവിടുത്തെ പ്രദേശങ്ങളിലെ വീടുകളിൽ എന്നും രാത്രി ഒരു ഒളിഞ്ഞു നോട്ടക്കാരനെത്തും. അങ്ങനെ ഈ ഒളിഞ്ഞു നോട്ടക്കാരനെ പിടിക്കാൻ വേണ്ടി നാട്ടുകാരൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അവസാനം കുടുങ്ങിയതോ ഈ ഗ്രൂപ്പിന്റെ അഡ്മിനും. ഇതിലേക്ക് നമുക്ക് കടക്കാതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പൊ കോഴിക്കോടാണ് ഈ സംഭവം നടക്കുന്നത്, കൊരങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്ത്. അവിടെ എന്നും രാത്രികളിൽ മതിലിൽ വലിഞ്ഞു കയറി ഈ ഒളിഞ്ഞു നോട്ടുകാരന് എല്ലാ വീടുകളും, പരിസരത്തുള്ള എല്ലാ വീടുകളിലും ഇദ്ദേഹം ഒളിഞ്ഞു നോക്കാൻ കയറും. അങ്ങനെ അത് നാട്ടുകാർക്കൊരു ശല്യമായി മാറി. അങ്ങനെ ഈ ആളെ പിടിക്കാൻ വേണ്ടി നാട്ടുകാർ കച്ചകെട്ട് ഇറങ്ങി. അങ്ങനെ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും മുക്കിലും മൂലയിലൊക്കെ ഓരോരുത്തർ രാത്രി കാലങ്ങളിൽ പതിയിരുന്നു ഈ ഒരു ഒളിഞ്ഞു നോട്ടക്കാരനെ പിടിക്കാൻ വേണ്ടി. അങ്ങനെ ദിവസങ്ങളോളം ഇരുന്നിട്ടും ആളെ കിട്ടിയില്ല. അങ്ങനെ ആ ഒരു ശ്രമം നാട്ടുകാർ ഉപേക്ഷിച്ച് അങ്ങനെ പിന്നെ കുറച്ചു കാലം നാട്ടുകാർ വീണ്ടും സമാധാനത്തോടു കൂടി കിടന്നുറങ്ങി. പിന്നെ വീണ്ടും തുടങ്ങി ഈ ഒളിഞ്ഞു നോട്ടക്കാരന്റെ ശല്യം. വീണ്ടും നാട്ടുകാർ ഒന്നുകൂടി ഒരുമിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അങ്ങനെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതിലൂടെ എന്നും ഷെയർ ചെയ്യും. ഇവര് ഇന്ന് പോകുന്ന സ്ഥലം, അതായത് നാട്ടുകാർ ഈ ഒളിഞ്ഞു നോട്ടുകാരനെ പിടിക്കാൻ വേണ്ടി എല്ലാ ദിവസവും പോകുന്ന സ്ഥലങ്ങളും ഇവര് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യും ഈ ഗ്രൂപ്പിൽ. അങ്ങനെ അവസാനം ഒരു ദിവസം ഈ ഒളിഞ്ഞു നോട്ടക്കാരന് അവസാനം കയറിയ വീട്ടിൽ CCTV ഉണ്ടായിരുന്നത് ഈ പാവം ഒളിഞ്ഞു നോട്ടക്കാരന് ശ്രദ്ധിച്ചില്ല. അങ്ങനെ CCTV ക്യാമറയിൽ പതിഞ്ഞ് ആളെ പിടിച്ച് ഒളിഞ്ഞു നോട്ടക്കാരനെ കയ്യോടെ നാട്ടുകാർ പിടിച്ചു നോക്കുമ്പോൾ തങ്ങള് ഈ ഒളിഞ്ഞു നോട്ടക്കാരനെ പിടിക്കാൻ വേണ്ടി തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ഈ നാട്ടിലെ പ്രധാന ഒളിഞ്ഞു നോട്ടക്കാരൻ. ഈ ഒളിഞ്ഞു നോട്ടക്കാരനെ കണ്ടപ്പോ നാട്ടുകാരാകെ ഞെട്ടി ധരിച്ചുപോയി. അങ്ങനെ നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് നാട്ടുകാർ കേസൊന്നും കൊടുക്കാതെ പുള്ളിയെ വെറുതെ വിട്ടു. പക്ഷെ നാട്ടുകാരാകെ എന്താ പറയാ, ചമ്മിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒളിഞ്ഞു നോട്ടക്കാരന് ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിൽ കയറി കിടപ്പുമുറിയിൽ ഒളിഞ്ഞു നോക്കി ശല്യം ചെയ്തത് പോരാഞ്ഞിട്ട് ഇത്രയും ആളുകളെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ പറ്റിക്കുകയും നല്ല നൈസായിട്ട് പറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് നാട്ടുകാരെ. എന്തായാലും കോഴിക്കോട് കോരങ്ങാട് പ്രദേശത്താണ് ഈ ഒരു സംഭവം. പക്ഷെ പ്രതിന്റെ പേരിലേക്ക് കേസ് കൊടുക്കാനൊന്നും നാട്ടുകാർ പോയിട്ടില്ല. കാരണം നാട്ടുകാർക്ക് അത്രക്കും വേണ്ടപ്പെട്ടൊരു സൽസ്വഭാവിയായ ഒരു ഒളിഞ്ഞു നോട്ടക്കാരനാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.